My home place is Zanzibar. Yeah, I stay at Kiembe Samaki. Kiembe Samaki, uwanja wa ndege. Airport, the airport. Near airport. Yeah. I'm town. I'm living town. അങ്ങ് അകലെയായ ഒരു ദ്വീപുണ്ട്, സാൻസിബാർ. സാൻസിബാർ എന്ന് പറയുന്ന ഒരു ദ്വീപ്. ഒരു കാഴ്ച കാണാൻ പോകുന്നവരാണ് ഈ കാണുന്ന ഒരു ആൾ. സാൻസിബാറിലേക്ക് പോകും വഴി ഒരുപാട് ദ്വീപുകൾ കാണാം. ഇതും അതിലൊരു ദ്വീപാണ്. ഇവിടെയും ആൾതാമസമുള്ളതായി നമുക്ക് കാണാം. ഓളപ്പരപ്പുകൾ തിരമാലകളടിച്ച് ആ ദ്വീപിൻ്റെ ഒരു സൈഡിലെ മണ്ണിളകിയത് കാണാം. നല്ല കാട് പോലെ നിൽക്കുന്ന ഒരു പ്രദേശമാണ്. മുന്നോട്ട് നീങ്ങുന്തോറും അടുത്ത ദ്വീപ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇങ്ങനെ ഒരുപാട് ദ്വീപുകൾ ഈ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. പോകുന്ന വഴിയിലെല്ലാം ഇതുപോലുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുമ്പോഴാണ് നമ്മുടെ തൊട്ട് മുന്നിലായിട്ട് സാൻസിബാറിൽ നിന്ന് ആളുമായി ദർസലാമിലേക്ക് പോകുന്ന കിളിമഞ്ചാരോ, നമ്മൾ പോകുന്ന അതേ ബോട്ടിന് സമാനമായ ഒരു കിളിമഞ്ചാരോയുടെ ബോട്ടാണ് ആ പോകുന്നത്. ഓളപ്പരപ്പിലൂടെ ലക്ഷറി ബോട്ട്. എന്ത് മനോഹരമായ കാഴ്ചയാണ്. സാൻസിബാറിൽ ഇനി എന്തൊക്കെ കാണാനുണ്ട് എന്നുള്ളത് കൂടി അറിഞ്ഞാലോ? ഇവിടെ ഗ്രാമ്പു, കറുവപ്പട്ട, ജാതിക്ക തുടങ്ങിയ സുഗന്ധവ്യഞ്ജനങ്ങൾ ധാരാളമായി കൃഷി ചെയ്യുന്നു. സാൻസിബാറിൻ്റെ ഒരു പ്രധാന ആകർഷണം ഇവയാണ്. ഇവിടുത്തെ ബീച്ചുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെളുത്ത മണൽ ബീച്ചുകളും തെളിഞ്ഞ നീലക്കടലും സാൻസിബാറിനെ ഒരു മികച്ച അവധിക്കാല കേന്ദ്രമാകുന്നുണ്ട്. നുങ്ങി ബീച്ച്, ജാംബിയാനി ബീച്ച് എന്നിവ ഇവിടുത്തെ പ്രശസ്തമായ ബീച്ചുകളാണ്. ഇത്രയും നേരം ഫ്രണ്ടിൽ നിന്ന് യാത്ര ചെയ്തു. ഇനി ബോട്ടിന് ഉള്ളിലൂടെ നടന്നു പോയി ബാക്ക് സൈഡിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കൂടി കാണാം. ഞാൻ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ ഞാൻ അന്തിച്ചു പോയി. തൊട്ട് ബാക്കിലായിട്ട് ഇത്രയും വലിയ പ്രഷറോടെ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന ഒരു കാഴ്ച. ഇതിൻ്റെ പ്രഷറിലാണ് ഈ ഒരു ബോട്ട് മുന്നോട്ട് കുതിക്കുന്നത്. അത് നേരിട്ട് നമ്മൾ കണ്ട് അനുഭവിക്കേണ്ട ഒരു കാഴ്ചയാണ്. അതായത് ഞാൻ കുറേ നേരം അത് നോക്കിയിരുന്നു. 2 വാൽവിലൂടെയാണ് ഈ ഒരു വെള്ളം പുറത്തേക്ക് പമ്പ് ചെയ്യുന്നത്. ലൈഫ് ബോട്ട് ഇതിനകത്ത് ബാക്ക് സൈഡിൽ വെച്ചിരിക്കുന്ന കാണാം. ബെർത്തിൽ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണാം. കിളിമഞ്ചാരോയുടെ ബെർത്തിലാണ്. ബെർത്തിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ബാക്ക് സൈഡിലെ ആ ഒരു പവർ, ആ വെള്ളത്തിൻ്റെ പവർ നല്ലോണം നമുക്ക് കാണാം. ഈ കാണുന്നത് അതിശക്തിയായിട്ടാണ് ഈ ഒരു വെള്ളം പവർ പമ്പ് ചെയ്ത് പോകുന്നത്. ഒരുപാട് ആളുകൾ ഇവിടുത്തെ മസായി ഗോത്രത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബെർത്തിലെ കാഴ്ചയാണ്.
ഇനി ഇവിടുത്തെ മുഖ്യ ആകർഷണം സ്റ്റോൺ ടൗൺ ആണ്. യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രമായ സ്റ്റോൺ ടൗൺ ആഫ്രിക്കൻ, അറബ്, ഇന്ത്യൻ, യൂറോപ്യൻ സംസ്കാരങ്ങളുടെ ഒരു സങ്കലനം കാണിക്കുന്നു. പഴയ കെട്ടിടങ്ങൾ, ഇടുങ്ങിയ വഴികൾ, തിരക്കേറിയ ചന്തകൾ എന്നിവയെല്ലാം ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ക്വീൻ ബാൻഡിൻ്റെ പ്രധാന ഗായകൻ ഫ്രെഡി മെർക്കുറി ജനിച്ചതും ഈ സ്റ്റോൺ ടൗണിലാണ്. സാൻസിബാറിൽ വന്നു കഴിഞ്ഞാൽ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ സന്ദർശിച്ച് വിവിധതരം സുഗന്ധവ്യഞ്ജനങ്ങൾ എങ്ങനെ കൃഷി ചെയ്യുന്നു, അവയുടെ ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള ഒരു സ്ഥലം കൂടിയാണ്. യാത്ര ചെയ്തു വരുമ്പോൾ ഒരുപാട് ദ്വീപുകൾ കാണാം. ആ ദ്വീപിലൊക്കെ ആൾതാമസമുള്ളതായിട്ടും കാണാം. ആ ദ്വീപിൽ നിന്ന് കുറച്ചു മാറി മറ്റൊരു മൺകൂനയും അതിൽ കുറച്ച് മരങ്ങളും നിൽക്കുന്നത് കാണാം. അതൊക്കെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ്. അവിടെ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. പക്ഷെ നമുക്ക് അവിടേക്ക് ഇറങ്ങാനുള്ള അനുവാദമില്ല. There, the building is Madina Hotel. Madina Hotel. Yeah, Madina Tul Bahar Hotel. Over there. There, what building? This Madina Hotel. Yeah, Madina Hotel. There, Madina. Stone Town. Stone Town. Stone Town. Zanzibar. Yeah, Stone Town of Zanzibar. And over there you can see Forodhani, where people swimming. Swimming. Yeah. Kwachu. When the people flying Kwachu. Over there. But over there we see Madina to Bahar Hotel. Most popular hotel in Zanzibar. Over there. അങ്ങനെ 1.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം സാൻസിബാറിൻ്റെ തീരമണയാൻ പോവുകയാണ്. നമ്മൾ വന്ന കിളിമഞ്ചാരോ ബോട്ട്. സാൻസിബാറിൻ്റെ ചില ഭാഗങ്ങളാണ് ഈ കാണുന്നത്. മനോഹരമായ ഒരു ദ്വീപാണ് കിളിമഞ്ചാരോ. സാൻസിബാറിൻ്റെ ഫെറിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ പുറത്തിറങ്ങും. അങ്ങനെ നമ്മൾ സാൻസിബാറിലേക്ക് കാലുകുത്തുകയാണ്. സാൻസിബാറിൽ കാലുകുത്തുന്നു. ആദ്യമായിട്ട് നമ്മൾ സാൻസിബാറിലേക്ക് കാലുകുത്തുകയാണ്. ഐ ലവ് മൈ സാൻസിബാർ. സാൻസിബാറിൻ്റെ കാഴ്ചകളിലേക്കാണ്. ഇപ്പോൾ സാൻസിബാറിൻ്റെ ഫെറിയിൽ നമ്മൾ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വന്ന കിളിമഞ്ചാരോ എന്ന് പറയുന്ന ആഡംബര കപ്പൽ ഇതാണ്. എന്തായാലും നമ്മൾ സാൻസിബാറിലേക്ക് നടന്നു പോവുകയാണ്. കരീബു സാൻസിബാർ. കരീബു സാൻസിബാറിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കണം. ഇൻഷുറൻസ് എടുത്തിട്ട് മാത്രമേ പുറത്തിറങ്ങാൻ പറ്റുകയുള്ളൂ. ഇൻഷുറൻസ് എടുത്ത് പഞ്ച് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് ടാക്സിക്കാർ വന്ന് നമ്മളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ആ റോഡിൽ നിൽക്കുന്ന മൊത്തം ടാക്സിക്കാരാണ്. ബൈക്ക് ടാക്സി, ആട്ടോ, അതുപോലെ തന്നെ കാറ്, ഇവരൊക്കെയാണ് നമ്മളെ ആനയിക്കാൻ വരുന്നത്. ഞങ്ങൾ ആ ഓരം ചേർന്ന് നടന്നു. കുറേ മുമ്പോട്ട് നടന്ന് പോവുകയാണ്. എന്നെ കൊണ്ടുവന്ന വിനോദ് ഭായി ആണ് മുമ്പേ നടന്നു പോകുന്നത്. ഷിരിക്ക ല മൾട്ടി സാൻസിബാർ ഫെറിയിലാണ് നമ്മൾ വന്നിറങ്ങിയത്. നമ്മൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. നമ്മുടെ വഴികാട്ടിയായി വിനോദ് ഭായി ഉണ്ട്. വിനോദ് ഭായിയാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറഞ്ഞത്.
അങ്ങനെ വിനോദ് ഭായി മുമ്പേ നടക്കുന്നു, ഞാൻ അതിൻ്റെ പുറകെ നടക്കുന്നു. വ്യത്യസ്തമായ കാഴ്ചകൾ കാണുന്നു. ആദ്യമായിട്ട് വന്നിറങ്ങിയ ആ ഒരു ഫീലിംഗ്, ഒരു മറ്റൊരു സ്ഥലത്ത് വന്നിറങ്ങുമ്പോഴുള്ള ആ ഒരു ഫീലിംഗ്, അവിടുത്തെ മനുഷ്യരെ കാണുന്നു, വ്യത്യസ്തമായ ഒരു തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ കാണുന്നു, ബൈക്കുകൾ കാണുന്നു, ബൈക്കിന് മുകളിൽ കുട വെച്ച് പോകുന്നത് കാണുന്നു, അതിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റ് കാണുന്നു. അങ്ങനെ വ്യത്യസ്തമായ ഒരു അനുഭവം, ഏതോ ഒരു ലോകത്ത് വന്നിറങ്ങിയ ഒരു പ്രതീതിയായിപ്പോയി. എന്തായാലും വ്യത്യസ്തമായ ആ ഒരു അനുഭവം അത് മറക്കാൻ പറ്റാത്തത് തന്നെയാണ്. ഇനിയും വ്യത്യസ്തമായ ഒരുപാട് കാഴ്ചകൾ നമുക്ക് പകർത്താനുണ്ട്. അത് സ്റ്റോൺ ടൗൺ എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ഥലമാണ്. ഇവിടെയാണ് ഒരുപാട് ചരിത്രങ്ങളുള്ളത്. എന്തായാലും സ്റ്റോൺ ടൗൺ നമുക്കൊന്ന് കയറണം. ഇവിടെ ഒരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയില്ല, ഞങ്ങൾ മുന്നോട്ട് നടന്നു പോവുകയാണ്. എവിടേക്കാണ് എന്നുള്ളത് നമ്മുടെ വിനോദ ഭായിക്ക് മാത്രമേ അറിയാവൂ. അങ്ങനെ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. ഈ സ്റ്റോൺ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കാണണം. വലിയൊരു അത്ഭുതമായി എനിക്ക് തോന്നിയതാണ്. ഈ കടലിൻ്റെ ഈ ഒരു സൈഡിലേക്കാണ് വന്നത്. ഏതായാലും ഇവിടെ കുറേ ആൾക്കാർ ഇരിപ്പുണ്ട്. ആ ആളുകളുടെ അടുത്തേക്കാണ് അദ്ദേഹം എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. നമ്മളെ കണ്ടപ്പോൾ ഒരു വള്ളക്കാരൻ ഓടി വന്നു, അദ്ദേഹവുമായി സംസാരിക്കുന്നു. എന്നോട് പറയുന്നു, ഇവിടെ നിന്നുമാണ് പ്രിസൺ ഐലൻഡിലേക്ക് പോകുന്നത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് വേണം നമ്മൾ പ്രിസൺ ഐലൻഡിലേക്ക് പോകാൻ. അങ്ങനെ പ്രിസൺ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് തരുന്നു. ഞാൻ പ്രിസൺ ഐലൻഡിലേക്ക് പോകുന്നു. അടുത്ത യാത്ര ഇവിടെ നിന്ന് വള്ളത്തിൽ കയറി മറ്റൊരു ദ്വീപിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രിസൺ ഐലൻഡ്. അവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകൾ വീണ്ടും കാണാം.